സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. PR പ്രവീണ വിവരങ്ങളുമായി. പ്രവീണ, എന്താണിപ്പോൾ അറിയാനാകുന്നത്? ആലപ്പുഴയുടെ കാര്യത്തിലും കണ്ണൂരിന്റെ കാര്യത്തിലും ഇപ്പോഴും സംശയങ്ങൾ തുടരുകയാണ്. KC മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ തന്നെയാണ് വയനാട്ടിലെങ്കിൽ KC മത്സരിക്കാനുള്ള സാധ്യത കുറയുകയല്ലേ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ പേരുകളാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്, പത്തനംതിട്ടയിലേക്ക് വരുന്നത്? സ്മൃതി, യോഗം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കിട്ടുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് ഈ സിറ്റിംഗ് സീറ്റുകളിൽ 15 ഇടത്തും സിറ്റിംഗ് സീറ്റുകൾ, അതായത് ജയിച്ച 15 ഇടത്തും കോൺഗ്രസ് ജയിച്ച 15 ഇടത്തും ഒറ്റ പേര്, അതായത് നിലവിലെ സിറ്റിംഗ് MP-മാരുടെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഈ പേരുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരികയില്ല എന്നുള്ളതല്ല. പക്ഷേ നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ഒരൊറ്റ പേര് മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതനുസരിച്ചിട്ടാണെങ്കിൽ ഒരിടത്തും ഒരു പട്ടിക, അതായത് പാനൽ സമർപ്പിച്ചിട്ടില്ല. പക്ഷേ മാവേലിക്കരയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും തിരിച്ചടി ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ ചർച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടക്കുമ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ പേരും മാവേലിക്കരയിൽ നിലവിൽ KPCC ഉപാധ്യക്ഷനായ VP സുചീന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്, സജീവ പരിഗണനയിലേക്ക് വരും. പക്ഷേ നിലവിൽ നൽകിയിരിക്കുന്ന പട്ടികയിൽ ഒറ്റ പേര് മാത്രമാണ് ഈ 15 സിറ്റിംഗ് മണ്ഡലത്തിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ആലപ്പുഴയിൽ ചിത്രം തെളിയണമെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധി എത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വരണം. അങ്ങനെയെങ്കിൽ ഈ മതസാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ഇക്കാര്യത്തിലടക്കം നിലവിൽ അതായത് ആലപ്പുഴയിൽ ആരാകണം എന്നത് സംബന്ധിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു പട്ടിക നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ ഭാഗത്തിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്തിമമായി പട്ടിക കൈമാറിയിരിക്കുന്നത്. 3-ാം തീയതിയോടുകൂടി ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് അന്തിമ തീരുമാനം വരും. അതായത് നിലവിൽ 15 സിറ്റിംഗ് സീറ്റുകളിൽ MP-മാരുടെ പേര് മാത്രമാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിലും മാവേലിക്കരയിലും പേരുകൾ മാറി മറിയാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷേ അക്കാര്യത്തിൽ ചർച്ചയോ അല്ലെങ്കിൽ പേര് നിർദ്ദേശിക്കലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ മതി എന്നുള്ളതായിരുന്നു തീരുമാനം. ശരി, PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി എന്തായാലും സിറ്റിംഗ് MP-മാർ തന്നെ തുടർന്ന് മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്.